അടൂർ ഭവാനി സ്മൃതി ദിനം. നായികയായും അമ്മയായും അമ്മുമ്മയായും മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ അഭിനേത്രി. പത്തനംതിട്ട ജില്ലയിലെ അടൂരിലായിരുന്നു ജനനം. അഭിനേത്രി അടൂർ പങ്കജം സഹോദരിയായിരുന്നു. 1953 മംഗളം പിക്ചേഴ്സിന്റെ ബാനറിൽ തിക്കുറിശി സംവിധാനം ചെയ്ത ശരിയോ തെറ്റോ എന്ന സിനിമയായിരുന്നു ആദ്യ സിനിമ. സഹോദരിയും അഭിനേത്രിയുമായ അടൂർ പങ്കജത്തോടൊപ്പം ഷൂട്ടിംഗ് കാണാൻ പോയ അടൂർ ഭവാനി ആകസ്മികമായി ചിത്രത്തിൽ അഭിനയിക്കുകയായിരുന്നു. പിന്നീട് രാമു കാര്യാട്ടിന്റെ ചെമ്മീൻ എന്ന ചിത്രത്തിലെ ചക്കി എന്ന കഥാപാത്രം അടൂർ ഭവാനിയെ മലയാള സിനിമയിലെ ശ്രദ്ധേയയായ നടിയാക്കി മാറ്റി. വേലുത്തമ്പി തിളവ എന്ന നാടകത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ടായിരുന്നു നാടകരംഗത്തേക്കുള്ള ചുവടുവയ്പ്. 21 വയസ്സിൽ KPSCയിൽ ചേർന്നു. മുടിയനായ പുത്രൻ, തുലാഭാരം, അശ്വമേധം, യുദ്ധകാന്ഡം തുടങ്ങിയ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. പിന്നീട് സഹോദരി അടൂർ പങ്കജവുമായി ചേർന്ന് ജയ തിയേറ്റേഴ്സ് എന്ന നാടക സമിതിയും അതിനുശേഷം സ്വന്തമായി അടൂർ മാത തിയേറ്റേഴ്സും തുടങ്ങിയെങ്കിലും ഇതെല്ലാം വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. തന്റെ ചലച്ചിത്ര ജീവിതത്തിൽ 450ഓളം ചിത്രങ്ങളിൽ വിവിധ വേഷങ്ങൾ ചെയ്തു. തുലാഭാരം, മുടിയനായ പുത്രൻ, അനുഭവങ്ങൾ, പാളിച്ചകൾ, നെല്ല് തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി. 1969 പുറത്തിറങ്ങിയ കള്ളിച്ചെലമ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു. ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം K. മധു സംവിധാനം ചെയ്ത ഒരു CBI ഡയറി കുറിപ്പായിരുന്നു. 1993 കേരള ഫിലിം ക്രിട്ടിക്സിന്റെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിച്ചു. 2009 ഒക്ടോബർ 25 നമ്മെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത മലയാളത്തിന്റെ അഭിനേത്രി അടൂർ ഭവാനി ഈ ലോകത്തോട് വിട പറഞ്ഞു.